നമ്മളുള്ളത് ബാംഗ്ലൂരിലെ UB സിറ്റി ആണ്, UB മാളിലെ. ഇവിടെ ഒരു ബിഗസ്റ്റ് മാളാണിത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോളോ മീ. അപ്പോൾ ഇതാണ് ബാംഗ്ലൂരിലെ UB സിറ്റി കേട്ടോ. സോ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇൻ്റർനാഷണൽ വേറൊരു സ്ഥലത്തൊക്കെ പോയ പോലെ ഉള്ളൊരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാവുക കേട്ടോ. അപ്പോൾ അത്രയും ബ്രാഞ്ചുകളാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരുപാട് ബിസിനസ്സുകാരാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും UB സിറ്റി കാണുന്നൊരു ആഗ്രഹമായിട്ട് പോയതാണ്. സോ ഈ ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലേ, ഇതെല്ലാം ഇൻ്റർനാഷണൽ ബ്രാൻഡുകളാണ് വരുന്നത് കേട്ടോ. ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ വളരെ കുറവാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഇൻറ്റീരിയറൊക്കെ ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിട്ടാണ് അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഇതാണ് ഒരു കഫ്റ്റേരിയ ഒക്കെ വരുന്നത്. ഇത് കഫയൊക്കെ ഭയങ്കര 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 രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ സമയത്ത് ഇവിടെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. സോ നമ്മളിവിടെ ചെറിയൊരു ഐറ്റംസ് നമ്മൾ ടേസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ UB സിറ്റിയിലെ മെയിനായിട്ടുള്ളൊരു സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറേ നേരം ഇവിടുത്തെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനും പറ്റാനും ബിസിനസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയ ഒക്കെയാണ് കേട്ടോ. സോ ഇതതിൻ്റെ ഒരു ഉള്ളിലുള്ളൊരു പാർട്ടാണ്. ഇതൊരു നമുക്കൊരു എന്താ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മളിന്ന് പോയ സമയത്ത് വലിയൊരു പ്രോഗ്രാമിൻ്റെ ഒരു ഒരുക്കത്തിലാണ്. സോ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് അവർ. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം വലിയൊരു ബാൻഡാണ് വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അപ്പോൾ ഇതൊക്കെയാണ് UB സിറ്റിയിലെ മൊത്തമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു കുക്കീസിൻ്റെ ഒരു ബ്രാൻഡും കൂടി അവിടെ കണ്ടു. അത് ഒരു ഉന്തുവണ്ടി പോലത്തെ സംഭവത്തിൽ വെച്ച്